മുട്ടിന്മേലായിരുന്നുകൊണ്ട് കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കരുണ സ്വർഗം തുറന്ന് ദൈവം തരുന്ന സമയമാണ്. ഈ ലോകത്തിന് ഏറ്റവും വലിയ ആശ്വാസം, ഏറ്റവും വലിയ ആവശ്യം കർത്താവിന്റെ കരുണയാണ്. ഈശോയെ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ ആയിരുന്നുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. കർത്താവെ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രാർത്ഥനയിലേക്ക്, എൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ കരുണയായി അങ്ങ് ഇറങ്ങി വരണമേ. ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പ. കരുണ ചൊരിയാൻ, സ്നേഹത്തോടെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ആശ്വാസം ഈശോയെ നിന്നിൽ മാത്രമാണ്. ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് കരുണയോടെ ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. കരുണ ചൊരിയണമേ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് കരുണാമയനായ കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ, ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങള്, നമ്മുടെ വ്യക്തിപരമായതും നമ്മുടെ കുടുംബത്തിന്റെയും, നമ്മുടെ ശുശ്രൂഷകള്, നമ്മുടെ വ്യക്തി ജീവിതം, എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവിന്റെ കരുണ നിറയുന്ന ഈ സമയം വലിയൊരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ. കർത്താവിന്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ മുഖം കണ്ടുകൊണ്ട് നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈശോ പ്രചോദനം തരുന്നതനുസരിച്ച് ഇരുന്നോ, മുട്ടിന്മേലായിരുന്നുകൊണ്ടോ എഴുന്നേറ്റ് നിന്നോ, കർത്താവ് എങ്ങനെ പ്രചോദനം തരുന്നു ആ രീതിയിൽ നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരുണ നമ്മുടെ മേലേക്കും ലോകം മുഴുവനിലേക്കും ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വലിയൊരു ബോധ്യത്തോടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഈ ഒന്നാമത്തെ കരുണയുടെ ആദ്യത്തെ രഹസ്യത്തില് ലോകം മുഴുവനു വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും അരക്ഷിതാവസ്ഥകളും ഭയങ്ങളും എല്ലാം മാറിക്കിട്ടാൻ ലോകം മുഴുവൻ കർത്താവിന്റെ കരുണയിൽ വലിയൊരു സമാധാനത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിന് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, 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 ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോ